എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരുന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിയിൽ സോഫയിലൊക്കെ വിരിക്കുന്ന ഷീറ്റുണ്ടല്ലോ, ആ ഷീറ്റാണ്. പക്ഷേ ഇതിന് ഒത്തിരി വീതിയൊന്നുമില്ല, ഇത് മുറിച്ചെടുത്തതാണ് കേട്ടോ. കുറേ നീളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിങ്ങനെ കുറേ നാളായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു സാധനം ചെയ്യാമെന്ന്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഞാനിതാ 2 പീസാക്കി അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇനി ഇതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പീസും കൂടെ ആദ്യം തന്നെ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് നേരെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്ത ഭാഗം വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതാ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നോക്കിക്കുക, അത്യാവശ്യം വീതി നീളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം വീതി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 2 പീസ് വെച്ച് ഞാനൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്ന 28 ഇഞ്ചും വീതി വരുന്നത് 18 ഇഞ്ചും. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കട്ടിയുള്ളൊരു കോട്ടൻ്റെ തുണിയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കൈ കിട്ടിയത് ഒരു കുറച്ച് കീറിയ കൈലിമുണ്ട് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുണ്ടൊന്ന് നിവർത്തിയിട്ടിട്ട് ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിടാം കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിടുക. അപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊന്ന് രണ്ടാക്കി മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഇതാ ഈ ഒരു തുണിയുടെ അളവിലായിട്ട് നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ അതിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുത്തിട്ട് ആ അളവിലായിട്ട് ഇനി ഈ ഒരു മുണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ടിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ 1 പീസ് തുണി മതി. അപ്പോൾ മുണ്ടാകുമ്പോൾ അത്ര വലിയ കട്ടി വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ആ ഒരളവിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒന്നിച്ച് വെച്ചും കൊണ്ട് നമുക്ക് ഇതിൻ്റെ 4 അരികും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇതാ തുണി 2 പീസുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നമുക്ക് 4 അരികും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 4 അരിക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു സാരിയുടെ ബോർഡറാണ് കേട്ടോ. അപ്പോൾ പഴയ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബോർഡറാണ്. അപ്പോൾ ബോർഡർ തന്നെ വേണം, സാരി ബോർഡർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏതെങ്കിലും തുണി കളറുള്ളത് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സാരി ബോർഡർ നമുക്ക് ഇതിൻ്റെ താഴെ വെച്ചിട്ട് മേളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ 4 അരികും ചെറിയ വീതിയിലുള്ള ഒരു ബോർഡറും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ.
അപ്പോൾ ഇതാ 3 സൈഡിലായിട്ട് ഞാനിതാ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്തൂടെ ബോർഡർ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ സൈഡിൽ ബോർഡർ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ 4 സൈഡും ബോർഡറെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ സെറ്റിയിൽ സോഫയിലൊക്കെ വിരിക്കുന്ന ഈ ഷീറ്റ് നമ്മൾ പഴയതാകുമ്പോൾ നമ്മൾ പുതിയത് മേടിച്ചിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് പഴയത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലോർ മാറ്റ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അധികം സ്റ്റിച്ചിങ് ഒന്നുമില്ല. അപ്പം കട്ടിയുള്ള തുണിയാണ് ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുണ്ട് വെച്ചുകൊണ്ടാണ് 2 പീസ് വെച്ചത്. ഇത് കാണുമ്പോഴും നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ഫ്ലോർ മാറ്റാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലിനി ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോഫയിലെ സീറ്റിലൊക്കെ വിരിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ടാറ്റ.